കഴിഞ്ഞ ദിവസങ്ങളിലെ ആൻമരിയ എന്നും പറഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. അത് ലേഡിയാണ്. ലേഡിയുടെ സാക്ഷ്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ടത്, ആൻമരിയ ടൊറൻറ്റോയിൽ താമസിക്കുന്ന ആളാണ്, നമ്മുടെ മലയാളിയാണ്. അപ്പോൾ ടൊറൻറ്റോയിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ലണ്ടനിലേക്ക്. ടൊറൻറ്റോയിലും ലണ്ടനിലും ഇവൾ ചെയ്തിരുന്ന 2 കാര്യങ്ങളുണ്ട്. എന്താണ്? കൃപാസനം ഇംഗ്ലീഷ് പത്രം എടുത്തിട്ട് എല്ലാ സായിപ്പുമാരെയും വായിച്ച് കേൾപ്പിക്കും. അതാണ് എന്തുമാത്രം പ്രേക്ഷിതരാണെന്നറിയാം ലോകം മുഴുവനും. എല്ലാ രാജ്യത്തും ചെന്നാലും, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് നിങ്ങളോട് സിംഗപ്പൂരിലായിരുന്നെന്ന്, എവിടെ ചെന്നാലും വലിയ വലിയ പ്രേക്ഷിതരെ കാണാൻ നമുക്ക്. എനിക്ക് പോലും അവരെ വ്യക്തിപരയുടെ പേര് പോലും അറിയാൻ പാടില്ല. പക്ഷേ അവർക്കറിയാം. ജോസഫ് അച്ഛനെ അറിയണമല്ല വിഷയം, അവരറിയേണ്ട ആളെ വൃത്തിയും മെനയുമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അവർ കർത്താവുമായിട്ടുള്ള സ്വകാര്യമായ റിലേഷനിൽ അവർ അപ്പോൾ കൂട്ടുകാരൊക്കെ പറയും, ആൻമരിയ നീ ഒരു വട്ടാണെന്ന് തോന്നണേ, ഈ വെള്ളക്കാരനെ ഇംഗ്ലീഷ് പേപ്പർ വായിച്ച് കേൾപ്പിക്കാവല്ലോ. അപ്പോൾ ഈ കൂട്ടുകാരൊക്കെ ഇവരെ ഒറ്റപ്പെടുത്തും. എന്നാലും ആൻമരിയ ഈ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ കാര്യം? നമ്മൾ പണ്ട് ഒക്കെ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. യൂറോപ്പിൽ 2003 ഒരു വർഷം മുഴുവനും, മാതാവ് പ്രത്യക്ഷപ്പെട്ട 2004 അപ്പോൾ അതിന് മുമ്പ് ഒരു വർഷം മുഴുവനും നമ്മുടെ കൃപാസനത്തിൻ്റെ വാതിക്ക് ഞാൻ എപ്പോഴും പറയും, ഒരു കൂടാരം കെട്ടി അതിൻ്റെ അകത്ത് കയറി 365 ദിവസം ഇരുന്ന് ഗ്രൂപ്പുകൾ മാറി മാറി ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അതെന്തിനാ ജവമാല ചൊല്ലിയത്? യൂറോപ്പിൻ്റെ കെട്ടുപോയ വിശ്വാസം തിരിച്ചു കിട്ടാൻ, ചൈന മാനസാന്തരപ്പെടാൻ, ഗൾഫിലെ ആൾക്കാർക്ക് ഔദ്യോഗികമായ ഒരു പള്ളി ലഭിക്കാൻ, കുർബാന ചെല്ലാൻ. കാര്യം കുർബാന കൂടാൻ പറ്റാതെ എന്തുമാത്രം മനുഷ്യരാണ് സങ്കടപ്പെട്ട് വേദനിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നത്. എവിടെയെങ്കിലും കുർബാന ഒരു വീട്ടിൽ രഹസ്യമായിട്ടുണ്ടെന്ന് കേട്ടാൽ അവർ 90 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാണ് ആ കുർബാനയ്ക്ക് ചെന്ന് ചാടണത്. പോലീസ് പിടിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ജീവിക്കണത്. അപ്പം അവിടെയൊക്കെ ഇതുപോലെ ആകാൻ വേണ്ടി നമ്മൾ 2003 പ്രാർത്ഥിക്കുന്നതാണ് തൊട്ടേ. അതൊക്കെ മുമ്പേ പ്രാർത്ഥിക്കുകയായിരുന്നു. 90 തൊട്ട് 2000 വരെ കൊച്ചി മുതൽ പുന്നപ്പുറ വരെ ജവമാല സഖ്യങ്ങളുണ്ടായിരുന്നു കൃപാസനത്തിന്. അവിടെയും എല്ലാം ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കർത്താവ് അന്ന് നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം കിട്ടിയത്. ഒന്ന്, മാതാവ് നേരിട്ട് വന്ന് നമ്മളെ സന്ദർശിച്ചു. 2ാമത്, സന്ദർശനം കഴിഞ്ഞ് പോയപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഉടമ്പടി പ്രാർത്ഥന തന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് ആനന്ദത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കർത്താവിന്റെ കാര്യം ഈ കൂട്ടുകാരെല്ലാം എതിർത്തിട്ടും സ്വന്തമായി ഇങ്ങനെ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ കർത്താവ് എന്താ ചെയ്തതെന്നറിയാം? ആൻമരിക്ക് 2nd സ്റ്റെപ്പ് കൊടുത്തു. ആദ്യം എന്താണ്? നമുക്ക് എല്ലാവരും കിട്ടുന്നതാണ് അനുഗ്രഹത്തിൻ്റെ ലെവല്. 2ാമത്തത് എന്താണ്? അഭിഷേകം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വളർച്ച പരിശോധിക്കാൻ എപ്പോഴും നല്ല, ക്രിസ്തീയമായി നീ വളർന്നോ എന്നറിയാനുള്ള ഏറ്റവും വലിയ മാർഗം നീ അനുഗ്രഹത്തിൻ്റെ ലെവലിൽ നിന്ന് ലെവൽ ചേഞ്ചായോ എന്ന് നോക്കണം. ലെവൽ ചേഞ്ചായെന്ന് പറയാൻ കാരണം, ഇപ്പം
ഇപ്പം ടൊറൻറ്റോയിൽ താമസിക്കുമ്പോൾ ഈ അൻമേരിക്കും ജോസും അവർക്ക് 3 വയസ്സുള്ളൊരു കുഞ്ഞും പിന്നെ മറ്റേൻ്റെ ലീവിൽ 1 വയസ്സ് കട്ടിയുള്ളൊരു കൊച്ചും ഉണ്ടായിരുന്നു. അപ്പം ഈ 2 കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് വെച്ച് ഇവരുടെ ജോലി മിസ്സായി. അതാണ് വിഷയം. 2 കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോഴേ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി. അൻമരിയ പറയണേ, ഞങ്ങൾ ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ലണ്ടനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല. എന്നിട്ട് ആൻമരി പറയണ ഒരു വാക്കുണ്ട്, അവൾ തന്നെ അറിഞ്ഞുകൊണ്ട് പറയണമെന്ന് നമുക്കറിയത്തില്ല, എനിക്കൊരു ഭയവും തോന്നിയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം, ആത്മധൈര്യത്തിന്റെ അഭിഷേകം ഒരുമിച്ച് ആനന്ദത്തിൽ സന്തോഷത്തോടെ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ആത്മീയതയുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. വൈഫിന് ഹസ്ബൻഡിനും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ ഒരു പരിചയമില്ലാത്ത പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഉത്കണ്ഠ, ഭയം, സങ്കടം, നിരാശ, കുറേ ലോക അരൂപികൾ ഉണ്ടാകേണ്ടതാണ്. നീ ലോക അരൂപിയാലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിനക്ക് ഈ 3 വികാരം ഉണ്ടാവും. എന്തൊക്കെയാണ്? ഭയം, നിരാശ, സങ്കടം, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ. അതിനൊരു ആൻമരിയ എന്താ പറയണത്? ഞങ്ങൾക്കൊരു ഭയവും തോന്നിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ അഭിഷേക ലെവലിലാണ്. ഇതാണ് വിഷയം. അനുഗ്രഹത്തിനേക്കാൾ കൂടിയവർ. ഇത് എപ്പോഴും വരണ ഒരു വിഷയം. ഈ അഭിഷേക ലെവലിലാകണമെങ്കിൽ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന കണ്ടന്റ് എന്താണെന്നറിയാവോ? പ്രേക്ഷിത പ്രവർത്തനമാണ്. അതെപ്പോഴും ഓർത്തേക്കണം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോട് 1000 കോടി നന്ദി പറയാണ്. എൻ്റെ പേര് അപർണ, ഇതെൻ്റെ അമ്മ സുജ, ഇതെൻ്റെ ചേച്ചി അഞ്ജലി, ഇതെൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ പിള്ളേർ. ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ആദ്യം ഞങ്ങൾ പാറേപ്പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ പത്രമാണ് ആദ്യം കാണുന്നത്. അപ്പോൾ അങ്ങനെ പത്രം വായിച്ചപ്പോഴത്തേക്കിനും അമ്മ പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ ഉടമ്പടി എടുക്കാൻ പോകാം, അല്ലെങ്കിൽ നമുക്ക് പള്ളി വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അമ്മേ പോകാം. അപ്പം ലാസ്റ്റത്തെ ചോയ്സായിരുന്നു ഞങ്ങൾക്കത്. കാരണം ഞങ്ങൾ ഭവനമില്ലാതെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലായിരുന്നു. ഒത്തിരി അനേകം സഹനങ്ങളും ഒക്കെ ഞങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടതാണ്. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അപ്പം അമ്മ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് തന്നെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ലാസ്റ്റായിരുന്നു എൻ്റെ അമ്മ മാതാവിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. അന്ന് തന്നെ 2022 ഉടമ്പടി എടുത്തു. കഴിഞ്ഞ വർഷം
ഞങ്ങൾക്ക് അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് മഠത്തിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾക്കൊരു ഭവനം നൽകാമെന്ന്. അപ്പോൾ അത് ഒത്തിരി അധികം നന്ദി ഞാൻ അമ്മ മാതാവിനോട് പറയുകയാണ്. 12 വർഷത്തോളം ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഭവനം നൽകിയത്. അത് ഒത്തിരി അധികം ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ അമ്മയോട്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം, ഡെലിവറി സമയം ഓപ്പറേഷനും ഒക്കെ പറഞ്ഞതാണ് എന്നോട്. അപ്പോൾ എനിക്ക് വേദനയില്ലാതെ പ്രസവിക്കണം എന്നതായിരുന്നു എൻ്റെ വലിയൊരാഗ്രഹം. അത് ഞാൻ അഡ്മിറ്റ് ചെയ്തു. ലേബർ റൂമിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. 7:46 പറഞ്ഞു കുഞ്ഞിന് ശ്വാസം മുട്ടും. ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് വേദന ഞാൻ അറിയുന്നില്ല, ഞാൻ എന്ന് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഞാൻ മാതാവേന്ന് വിളിച്ചതേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിന് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനാണ്. ഞാൻ ഈ സമയം വരെ എനിക്കത് ഭയങ്കരമായിട്ടൊരു അനുഗ്രഹമാണ്. വേദനയില്ലാതെ ഇപ്പോഴും എനിക്കറിയത്തില്ല അതെങ്ങനെ സംഭവിച്ചു. എൻ്റെ അമ്മ മാതാവിൻ്റെ കാരുണ്യത്തിൽ എനിക്ക് ഒത്തിരി അധികം നന്ദിയുണ്ട്. പിന്നെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ രാവിലെ കുഞ്ഞിന് മഞ്ഞ കളർ കൂടി. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യില്ല, നേഴ്സറി വെക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാനും ഒന്നും പറ്റുകയില്ല. അപ്പം ഞാൻ ഒത്തിരി അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, അമ്മ ഒന്ന് പ്രാർത്ഥിക്കുക. അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ പുരട്ടി. കൃത്യം 2 മണിയായപ്പോൾ ഞങ്ങൾ ആ നേഴ്സറി ചെന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മിഷൻ വെച്ച് നോക്കിയപ്പോൾ കുഞ്ഞിന് മഞ്ഞ കളറില്ല. എൻ്റെ കുഞ്ഞിന് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയും ഒക്കെ നൽകിയതിനൊക്കെ ഓർത്ത് ഞാൻ നന്ദി പറയാണ്. പിന്നെ കുഞ്ഞിന് 1.5 വയസ്സായപ്പോഴത്തേക്കിനും ശ്വാസം മുട്ടൽ കൂടി. ഞാൻ രാവിലെ പാമ്പാടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്തേ പറ്റൂ. അപ്പം ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ പോകും, വീട്ടിലെങ്ങനെ പോകും, ഇവിടെ നിന്നുള്ള മരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനും കുഞ്ഞും ഒരു ഫോണും മാത്രം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ വിളിച്ച് വരുത്തിയിരുത്തിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് മരിയൻ ഉടമ്പടി പത്രവും ഉപ്പും കൊന്തയും എടുത്തുകൊണ്ട് ചെന്നിട്ട് ഞാൻ 3 മണി തൊട്ട് രാവിലെ അച്ഛൻ്റെ പ്രസംഗവും കേട്ട് പ്രാർത്ഥനയും കേട്ട് വൈകിട്ട് മരിയൻ ഉടമ്പടി സായാഹ്ന പ്രാർത്ഥനയും കേട്ട് എനിക്ക് അപ്പോൾ കിട്ടിയൊരു ധൈര്യത്തിൽ ഞാൻ നേഴ്സുമാരോട് പറഞ്ഞു സിസ്റ്ററെ എനിക്ക് ഡിസ്ചാർജ് ചെയ്യണം, എൻ്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ പനിയൊക്കെ കൂടി നിൽക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും അറിയണ്ട, ഡിസ്ചാർജ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ആ സിസ്റ്റർ പറഞ്ഞു ഡോക്ടറോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ എഴുതിപ്പിച്ചു ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദികളല്ല, ഹോസ്പിറ്റലുകാർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല, സ്വന്തം അമ്മയുടെ പ്രകാരം കുഞ്ഞിനെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ കൊണ്ടുപോയി വൈകിട്ട് പ്രാർത്ഥിച്ചു. വൈകിട്ട് പ്രാർത്ഥനയെല്ലാം കേട്ടു, അച്ഛൻ്റെ പ്രസംഗമെല്ലാം ഞാൻ രാത്രിയിലെല്ലാം കേട്ടു. എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ തൊട്ട്. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുട്ടികളുടെ ആശുപത്രി ESAയിൽ ഞാൻ കോട്ടയത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ നോക്കിപ്പോയി യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിന് ശ്വാസം മുട്ടലെല്ലാം കൂടി അണുക്കളെല്ലാം കൂടി അഡ്മിറ്റ് ചെയ്തതാണ്. അഡ്മിറ്റ് ചെയ്തതിൻ്റെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതെന്താ. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്ത് ഞാനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ 2 ഡോക്ടർമാർ വേറെ എക്സ്ട്രാ വന്നിട്ട് കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിനെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും പറഞ്ഞു യാതൊരുവിധ കുഴപ്പവും എൻ്റെ കുഞ്ഞിനില്ല, അവൾ ആരോഗ്യവതിയാണെന്ന് പറഞ്ഞു. ശ്വാസം മുട്ടലില്ല. ഇന്നലെ മിനിഞ്ഞാന്നും ഇതുപോലെ ശ്വാസം മുട്ടൽ കൂടിയായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ പോയത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ കുഞ്ഞിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ എൻ്റെ അമ്മ മാതാവ് ഒത്തിരി അധികം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ കുഞ്ഞാണ് ഈ കുഞ്ഞ്. മാതാവിന് ഇവിടെ വന്ന് കിട്ടിയ കുഞ്ഞാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഏൽപ്പിച്ചായിരുന്നു. അത് തൊട്ട് ഈ സമയം വരെ എൻ്റെ കൊച്ചിന് യാതൊരുവിധ പ്രശ്നവും ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനടുത്ത് ഞാൻ എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും നന്ദി പറയുകയാണ്. എൻ്റെ പേര് അഞ്ജലി. അമ്മ മാതാവിനും ദൈവത്തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സെർവിക് ക്യാൻസറിൻ്റെ ആയിരിക്കും, അല്ലാതെ ഒന്നുമില്ല, ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവണമെങ്കിൽ അത് സെർവിക് ക്യാൻസറിൻ്റെ തന്നെയായിരിക്കും. ഞാൻ അവിടുന്ന് പാലാ ഹോസ്പിറ്റലിൽ വന്നു. ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, സെർവിക് ക്യാൻസറിൻ്റെ അല്ലാതെ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നമുക്ക് ക്യാൻസറിൻ്റെ ടെസ്റ്റ് ആദ്യം നടത്തി നോക്കാമെന്ന് പറഞ്ഞു. ക്യാൻസറിൻ്റെ ടെസ്റ്റ് നടത്തി 15 ദിവസം കഴിഞ്ഞിട്ടേ റിസൾട്ട് വരത്തുള്ളൂ. ഞാനപ്പോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഉപ്പ് കഴിക്കുകയും തൈലം പുരട്ടുകയൊക്കെ ചെയ്തു. 15 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ക്യാൻസർ ഇല്ല എന്നുള്ളതാണ് റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന്
കഴലവീക്കം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടർ പറഞ്ഞു കഴലവീക്കമാണ് കുഞ്ഞിനുള്ളത്. ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഇൻഫെക്ഷൻ എല്ലാം ശരീരത്തിൽ കൂടുതലാണ്. ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതൊക്കെ വരുവുള്ളൂ, അല്ലാതെ വേറൊരു അസുഖത്തിനും കഴലവീക്കം വരാറില്ല എന്ന് പറഞ്ഞു. ടെസ്റ്റുകൾ നടത്തിയിട്ട് അവിടുത്തെ ഡോക്ടർമാർക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. കോട്ടയം ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു അവർക്ക് സംശയം ക്യാൻസറിൻ്റെ സെല്ലുകൾ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് അവർ പറഞ്ഞു നിങ്ങൾ RCCയിലോട്ട് പൊക്കോ. RCC ചെന്ന് ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് നോക്കാം എന്താണ് കുഞ്ഞിനുള്ളതെന്ന്. RCC ചെന്നു. ഫസ്റ്റ് ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പറഞ്ഞു 15% കുഞ്ഞിൻ്റെ ശരീരത്ത് ക്യാൻസറിൻ്റെ സെല്ലുകളുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ബോൺമാരോ ടെസ്റ്റ് നടത്തണം. ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി ചെന്നു. ബോൺമാരോ ടെസ്റ്റ് നടത്താൻ കയറി കിടന്നു. ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി ചെന്ന് ഫസ്റ്റ് അന്നൊരു റിസൾട്ട് വരുമോയെന്നൊന്നും എനിക്കറിയില്ല. അന്ന് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതല്ലേ ഉള്ളൂ, എനിക്കറിയത്തില്ല അന്നൊരു റിസൾട്ട് കിട്ടുമോ എന്ന്. പക്ഷെ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഉപ്പ് കഴിക്കാൻ കൊടുക്കുകയും തൈലം പുരട്ടുകയൊക്കെ ചെയ്തു. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മണിയാകുമ്പോഴത്തേനും ഡോക്ടറിനെ കാണാൻ വരണമെന്ന് പറഞ്ഞു. ഡോക്ടറിനെ കാണാനായിട്ട് റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച സെല്ലുകൾ അത് ക്യാൻസറിൻ്റെ സെല്ലുകളല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ബയോപ്സി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറേ ടെസ്റ്റുകൾ ആദ്യത്തെ ടെസ്റ്റ് നടത്തിയപ്പം ക്യാൻസറിൻ്റെ സെല്ലുകളല്ലെന്ന് പറഞ്ഞു. കുറേ ടെസ്റ്റുകൾ ഡോക്ടർമാർ തന്നെ വേണ്ടാന്ന് വെച്ചു. ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനിടയ്ക്ക് കുഞ്ഞ് പറയുന്നുണ്ട് ബോൺമാരോ ടെസ്റ്റ് നടത്താൻ അവനെ മയക്കി കിടത്തിയിട്ടാണല്ലോ ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി കയറി ചെന്നു. ഇപ്പം പിറ്റേ ദിവസം റൂമിൽ വന്നിട്ട് മാതാവിൻ്റെ രൂപം കണ്ടപ്പോഴത്തേക്കും പറഞ്ഞ് ഈ അമ്മയാണ് എന്നെ കുത്തിയത്, അമ്മ എന്തിനാ എന്നെ കുത്തിയത്, അമ്മ അടി കൊള്ളൂന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവൻ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാൻ നോക്കിയപ്പോൾ അവൻ ഫോട്ടോ നോക്കിയാൽ സംസാരിക്കുന്നത്. അമ്മയെ യേശുവാണ് എന്നെ കുത്തിയത്, യേശുവാണ് എന്നെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലേക്ക് കിടത്തിയതെന്ന് പറഞ്ഞു. എപ്പോൾ അമ്മ മാതാവിൻ്റെ ഫോട്ടോ കണ്ടാലും അവൻ പറയും അമ്മ എന്നെ കുത്തിയത്, അമ്മ മാതാവാണ് എന്നെ കുത്തിയെന്ന് പറയും. ഇപ്പോഴും ഞങ്ങൾ ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞു ഈ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ പറഞ്ഞു അമ്മയാണ് എന്നെ കുത്തിയതെന്ന് പറഞ്ഞു. എവിടെയാണ് കുത്തിയെന്ന് ചോദിക്കുമ്പോൾ പറയും അവൻ്റെ ബോൺമാരോ ടെസ്റ്റ് നടത്തുന്ന നട്ടെല്ലിൻ്റെ എവിടെയാണ് കുത്തിയെന്ന് അവൻ കാണിച്ചു തരും. അത് കഴിഞ്ഞ് ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കൊച്ചിന് ക്യാൻസറിൻ്റെ സെല്ലുകളൊന്നുമില്ല. അപ്പോൾ കോട്ടയത്തെ ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് അങ്ങനെ പറഞ്ഞത്, അവർ ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു കുഞ്ഞിന് അങ്ങനെ ക്യാൻസറിൻ്റെ സെല്ലുകൾ തന്നെയാണെന്ന് പറഞ്ഞു. ആ ബ്ലഡ് ഒന്നും കൂടെ വന്ന് നിങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ കോട്ടയം ഹോസ്പിറ്റലിൽ വന്നിട്ട് അതിൻ്റെ സ്ലൈഡ് മേടിച്ച് RCCയിൽ കൊണ്ടു നടത്തി. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അണുക്കൾ പോലും കൊച്ചിൻ്റെ ശരീരത്തില്ല. അന്ന് പക്ഷെ കോട്ടയംകാർ കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് അണുക്കളുണ്ട് ആ ബ്ലഡിനകത്ത്. RCCക്കാർ ടെസ്റ്റ് നടത്തിയപ്പോൾ അങ്ങനെ ഒരു അണുക്കൾ എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തില്ല. ഡോക്ടർമാർക്ക് തന്നെ കൺഫ്യൂഷനായിപ്പോയി. അവർ ക്യാൻസറിൻ്റെ മരുന്ന് കൊച്ചിന് സ്റ്റാർട്ട് വരെ ചെയ്തു, എന്നിട്ട് അത് നിർത്തി. ലാസ്റ്റ് പറഞ്ഞ വൈറൽ ഇൻഫെക്ഷൻ്റെ ആണ്. കൊച്ചിന് കഴലവീക്കങ്ങളൊക്കെ കുറവുണ്ട്. പക്ഷേ മാതാവ് ഇത്ര അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാൽ മാതാവും ദേവകുമാരനും നമ്മളെ അനുഗ്രഹിച്ചതിന് 1000 കോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ. ഇത് എൻ്റെ അമ്മയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 നവംബർ 12-ാം തീയതിയാണ്. എനിക്ക് മാതാവിൻ്റെ വളരെ വലിയ അനുഗ്രഹങ്ങളാണ് ആദ്യമേ മുതൽ തന്നെ ലഭിച്ചു തുടങ്ങിയത്. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ചേട്ടൻ ഇപ്പോൾ ഇല്ല. ചേട്ടൻ്റെ ഒരു കാറുണ്ടായിരുന്നു. കാറ് നമുക്ക് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു 2-3 മാസത്തോളം കാലം ഫേസ്ബുക്കിലും OLXിലും അതിൻ്റെ പരസ്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടിൽ 1-2 പേര് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വേണ്ടത്ര വിചാരിച്ച എമൗണ്ടൊന്നും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ജാനുവരി 8-ാം തീയതി കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് നിയോഗത്തിലും വച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ പോയി ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കാറിൽ 3 തവണയും ഇട്ടു. അതിനുശേഷം കൃത്യം പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ കൃപയാൽ ഒരാൾ വിളിച്ചു. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും വില തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. അതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. രണ്ടാമത്തെ അനുഗ്രഹം, എൻ്റെ ചേട്ടൻ പോയതിന് ശേഷം അമ്മ ജോലിക്ക് പോകാൻ പറ്റിയില്ല. 45 ദിവസം കൊണ്ട് അമ്മ വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് അമ്മയുടെ ജോലി നഷ്ടമായി. അതിനുശേഷം
കൃപാസനത്തൊന്ന് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് 3-ൻ്റെ അന്ന് തന്നെ അമ്മയ്ക്ക് 2 സ്ഥലങ്ങളിൽ ജോലി ലഭിക്കുകയുണ്ടായി. അത് പരിശുദ്ധ അമ്മ ദൈവമാതാവിൻ്റെയും എൻ്റെ ഈശോ അപ്പൻ്റെയും ശക്തി കൊണ്ട് മാത്രമാണ്. അമ്മയുടെ വളരെ വലിയ കൃപ തന്നെ നമ്മുടെ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ അനുഗ്രഹം, വീട്ടിൽ നിരന്തരം ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യം കൂടിക്കൂടി വരികയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റാകം ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരു കുറച്ച് പോലും ഇഴജന്തുക്കൾ പോലും വീട്ടിൽ ഇപ്പോൾ വരുന്നില്ല. അത് അമ്മയുടെ മാത്രം കൃപ കൊണ്ടാണ്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. അമ്മയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ബസ് കാത്ത് നിന്നപ്പോൾ, ജോലിക്ക് പോവാൻ നിന്നപ്പോൾ എന്നെ ഒരു ആട്ടോയിൽ ഒരമ്മയും ഒരു മോനും കൂടെ ഉണ്ടായിരുന്നു. അമ്മ തോളിലിട്ടയക്കുന്നു മോനെ. ഞാൻ അങ്ങനെ എന്നെ ആട്ടോയിൽ കയറാൻ പറഞ്ഞ് ഞാൻ കയറി. അത് ഇവിടെ 25-ാം തീയതി റാലിയിലെ 3-ൻ്റെ അന്നാണ്. ഞാൻ കയറി. എന്നെ വഴിയിൽ കൊണ്ടുവന്ന് ഇറക്കി, ഒരു പള്ളിയിലെ നടയെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ഞാൻ ചോദിച്ച്, എന്നെ ഇവിടെ ഇറക്കണം എന്തിന്, എനിക്ക് എങ്ങും അറിഞ്ഞൂടാ. അപ്പോൾ പറഞ്ഞു, നീ ആരുടെയെങ്കിലും ചോദിര്. അപ്പോൾ ആ അമ്മ മോനെ തോളിൽ തന്നെ ഇട്ടേക്കണം, നൂത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ പേൽസിൽ നിന്ന് 10 രൂപ 20 രൂപ എടുത്ത് ഞാൻ ആട്ടോക്കാരന് കൊടുത്ത് വാങ്ങിച്ചില്ല. ഞാനങ്ങനെ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു പള്ളി. ആ പള്ളിയിൽ ഞാൻ കയറി ചെന്ന് അവിടെ തൂത്തൊക്കെ വാരിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുളിച്ച്. എല്ലാം കാലത്താണ് കാണണം, വെള്ളിയാഴ്ച. കുളിച്ച് ഞാൻ ഇനി വീട്ടിൽ വന്ന് 25-ൻ്റെ അന്നല്ലേ റാലിക്ക് പോവാൻ. എൻ്റെ ഉടപ്പറന്ന് അവിടെ ജോലി ചെയ്യണം സെക്യൂരിറ്റി ആയിട്ട്. അങ്ങനെ ഒരു സാരി ആ മാനേജർ കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് നിൻ്റെ വീട്ടിൽ ഉടുക്കണവരൊക്കെ കൊണ്ടു എന്ന് പറഞ്ഞ് കൊണ്ടു തന്ന്. ആ സാരിയാണ് എൻ്റെ അമ്മേരെ സാരി, സിൽവർ കളർ സാരി. എനിക്ക് കൃപാസനത്തിൽ എനിക്ക് റാലിക്ക് പോവാൻ എനിക്ക് കൊടുത്തേച്ച സാരിയാണിത്. എൻ്റെ അമ്മേരെ സാരി കണ്ട, നീല തിരീര സാരി എൻ്റെ അമ്മ കൊടുത്തേച്ച്. ഞാൻ ആ സാരി കൊടുത്തോണ്ട് റാലിക്ക് പോയി ഇനി വന്നപ്പോൾ എൻ്റെ കാല് വയ്യ. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ ഇങ്ങനെ എന്നെ പരീക്ഷിക്കല്ലേ, എനിക്ക് ആരുടെയും പറയാനൊക്കില്ല. നീ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എല്ലാവരും വഴക്ക്. ഞാൻ പറഞ്ഞു, എന്നെ ആര് പറഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മയും തിരുക്കുമാരനും മാത്രമുണ്ട്, എനിക്ക് ആരും വേണ്ട, ഇതാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാല് വയ്യ, തിരിയാനും വയ്യ, ഭയങ്കര വേദനയായിരുന്നു. മാത്രം കൊണ്ട് ഞാൻ തിരിഞ്ഞു കിടന്ന്. എൻ്റെ വേദന എങ്ങോട്ട് പോയാൽ എന്തോ എനിക്ക് അറിയാൻ വയ്യ. അതങ്ങ് പോയി. പിന്നെ ഒരു സാക്ഷ്യം, ഞാൻ പച്ചത്തിരി കൊളുത്തി വെച്ച് സന്ധ്യ നേരത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവും യേശുവായിട്ട് വന്നു. ഞാൻ എൻ്റെ ഫോണിലുണ്ട്, മകൾ തീർത്ത് കാണിച്ചു കൊടു, ഫോണിലുണ്ട്. അത് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വിളക്ക് കത്തിച്ച് 12 മണി വരെ ഞാൻ അന്ന് ഉറങ്ങൂലായിരുന്നു ആദ്യമൊക്കെ. പിന്നെയൊക്കെ എൻ്റെ മോൻ മരിച്ചപ്പോൾ ഞാൻ എല്ലാം അങ്ങ് മറന്ന്. ഞാൻ പ്രാർത്ഥിക്കാനും എനിക്ക് വന്നിരിക്കുമ്പോൾ ഒന്നും അറിഞ്ഞൂടാ, വെറും കരച്ചിൽ മാത്രം. എന്താണ് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ മാസം തോറും എനിക്ക് ഒരു ദിവസം തെറ്റാതെ എനിക്ക് വരണം, പത്രം വാങ്ങി എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം. എനിക്ക് ഞാൻ എല്ലാ മാസവും മരിക്കും. എൻ്റെ മോൻ മരിച്ചിട്ടാന്ന് 28 ദിവസമേ ഉള്ളു. എനിക്ക് റാലിക്ക് പോകണം. ഞാൻ പോയി. അപ്പോൾ എല്ലാവരും വഴക്ക് പറഞ്ഞ്, നിനക്ക് നിൻ്റെ മോനാ ഇതാ. എനിക്ക് എൻ്റെ ദൈവമാണ്, എനിക്ക് എൻ്റെ ദൈവമേ എനിക്ക് എപ്പോഴും കാണുള്ളൂ. മോൻ തിരിച്ചു വരില്ല. മോൻ പോയി. ഞാൻ മാസം തോറും ഞാൻ മുടങ്ങാതെ വന്ന് ഞാൻ എൻ്റെ അമ്മയെ കണ്ട് തിരുകുമാരനെയും കണ്ട് എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇറക്കി വച്ചിട്ട് ഞാൻ പോവും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 12 മണി സമയം, 12 മണി കഴിയും. ഞാൻ എൻ്റെ മെഴുതിരിയിലടുത്ത് ഒരു ചെറിയ മിന്നൽ പ്രകാശം കണക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ മോൻ ഫോൺ വച്ചേക്കുവാണെന്ന് അവിടെ ചാർജ് ചെയ്യാൻ. അത് വലിയ വെട്ടം, അങ്ങ് വലിയ വെട്ടമായി, അമ്പിളി അമ്മാവൻ്റെ വെട്ടമായി എൻ്റെ മേശപ്പുറത്ത്. ഞാൻ അപ്പോൾ അത്ഭുതിച്ച് കിടക്കണം. അത് അത്ഭുതം തന്നെ. ഞാൻ നോക്കിക്കണ്ട് കിടന്നപ്പോൾ അതിനകത്ത് സ്വർണ്ണ ചിത്രശലഭം
വന്ന് വലിയ വെട്ടമായിട്ട് വന്ന് മാഞ്ഞു പോയി. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹം. നീ പേടിക്കണ്ട, നിനക്ക് എല്ലാം ദൈവം തരും, നിന്നെ എല്ലാ ആവശ്യവും ഞാൻ നടത്തി തരും. എൻ്റെ അമ്മ ദർശനത്തിൽ വന്ന് പറഞ്ഞ് നീ പേടിക്കേ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ കാനായിലെ കല്യാണം പോലെ ഞാൻ ആക്കും നിന്നെ. എൻ്റെ അമ്മ പറഞ്ഞു. എൻ്റെ തിരുകുമാരനും എൻ്റെ അമ്മയ്ക്കും കോടി ഞാൻ ആദ്യമായിട്ടാണ് വഴി കെടുക്കണത്. എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മ എനിക്ക് മരിച്ചായിരുന്നു, എനിക്കൊരു ജോലിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ മോനും പോയി, എനിക്കൊരു ജോലിയില്ല. എൻ്റെ അമ്മ 45 കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എനിക്ക് ഒരു ജോലിക്ക് 2 ജോലി എനിക്ക് തന്ന്. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ മരണം വരെ ഞാൻ നിത്യതയിലും ഞാൻ വിശുദ്ധിയിലും ഞാൻ ജീവിക്കും. പ്രതിഷ്ഠിത പ്രവർത്തനങ്ങൾ ഞാനും അമ്മയും പത്രം വായിച്ച് ബസ് സ്റ്റാൻഡിൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലും എല്ലാ വീടുകളിലും കയറി കൃപാസന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊടുക്കാറുള്ളത്. ഓരോ പത്രം എടുത്ത് നമ്മൾ അനുഭവങ്ങൾ പറഞ്ഞാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും മുടങ്ങാതെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ചാരിറ്റിയിൽ ചെന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ മാതാവിൻ്റെ നാമത്തിൽ കൊടുക്കാറുണ്ട്. ശുശ്രൂഷയും നമ്മൾ അവിടെ ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മ ദൈവമാതാവിൻ്റെയും തിരുകുമാരൻ്റെയും പേരിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ സ്ഥിരം ജോലിക്ക് പോകുന്ന വഴികളിൽ നിർധനരായ വയസ്സായ ആൾക്കാരെ കാണുന്നുണ്ട്. അവർക്ക് ഒരു നേരത്തെ ആഹാരം എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര സഹായങ്ങൾ നമ്മളെല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സഹായിച്ച പരിശുദ്ധ അമ്മ ദൈവമാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി.